നമസ്കാരം, ഞാൻ അരുണാണ്. ക്ലാസ്മേറ്റ്സ് 2002 ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന എവിടെയാണെന്നറിയാം? നമ്മുടെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്കാണ്. ഒരു സർപ്രൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠിച്ച 2002 ബാച്ചിൽ പഠിച്ച ആർക്കെങ്കിലും നമ്മുടെ കൂട്ടുകാരെ അറിയാമോ എന്ന് നോക്കാം. നമുക്ക് എന്തായാലും അവളുടെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. നമുക്ക് നോക്കാം. അവിടെ ഉണ്ട് കൂട്ടുകാരി, നമ്മൾ കണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുള്ളൊരു കൂട്ടുകാരിയാണോ എന്ന് നോക്കണം. ഈ കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? അവളുടെ വീട്ടിലോട്ട് കാണാം. ബ്യൂട്ടിഫുൾ ഗേൾ. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു പെങ്ങളെ കണ്ട സിസ്റ്റർലി എഫക്ട്. ഇവരൊക്കെ മേക്കപ്പ് ഇല്ലാതെ ഇപ്പോഴാണ് കാണുന്നത്. ഇത് ഈ കൂട്ടുകാരെ ക്ലാസ്മേറ്റ്സിലെ 2002 എല്ലാ കൂട്ടുകാരും ഈ കൂട്ടുകാരിയെ ഓർമ്മയുണ്ടോ എന്ന് നോക്കണം. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം എപ്പോഴും നാട്ടിൽ കാണാറുള്ളൂ. വീടിലൊക്കെ ജോലി ചെയ്യുന്ന ഇപ്പോൾ വിളിച്ചു പോയിച്ചപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ വീട് തേടി വന്നത്. അപ്പം ഇതിന്റെ പേരാണ് ജൂലി ജോസഫ്. ഓരോ പത്രാസേ. അപ്പൊ ജൂലിയുടെ വിശേഷങ്ങൾ അറിയാം. ജൂലി ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ വിശേഷങ്ങൾ നമുക്കറിയാം. എന്തായിരുന്നു ഇവിടുത്തെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ വർഷം. ഫുള്ള് ഇവിടെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുന്ന ഒരു വീടായിരുന്നു. അപ്പൊ ജൂലി ജൂലിയുടെ വിശേഷങ്ങൾ പറയണം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇത്, പിന്നെ നമ്മുടെ ഗ്രൂപ്പ് എങ്ങനെ പോകുന്നു, ഗ്രൂപ്പിന്റെ പ്ലസ് എന്താണ് പറയുക, പിന്നെ എല്ലാവരും ഒക്കെ വിളിക്കാറുണ്ടോ? ഗ്രൂപ്പിന്റെ ഞാനിപ്പോ ഒരു 2-3 മാസമായി തോന്നുന്നു. ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. ഏറ്റവും കൂടുതൽ സംഭവം പറയാം, ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കി ഇറങ്ങി പോകുന്ന ഒരു ടീമാണ് ഇത്. എന്നാലും കുഴപ്പമില്ല. എന്ത് കാര്യം കൊണ്ടാലും പേഴ്സണലായിട്ടായാലും നമ്മളെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഏറ്റവും കൂടുതൽ ജോലിയുടെ തിരക്കുകൊണ്ടാണ് നിറച്ച് അങ്ങനെ തിരിച്ചു. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? ഞാൻ കൂടുതൽ ഫോണിനകത്ത് അഡിക്റ്റ് ആയി പോയത്. അതുകൊണ്ടാണ് കുറച്ച് പുറകോട്ട് മാറിയത്. പിന്നെ കൊച്ചുകള് ഒരു മോനുണ്ട്, അപ്പൂസ്. ഗലിക്കൊരു മോനുണ്ട്, അപ്പൂസ്. ചേട്ടനോടാ? ചേട്ടാ ബാംഗ്ലൂർ തന്നെയാണ്. ജൂലിയുടെ ഒരു അറിയത്തില്ലയോ? നമ്മളെ കണ്ടല്ലോ. നമ്മുടെ 2002 ബാച്ചിലെ എല്ലാ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവരും ചേട്ടൻ ചേച്ചിയല്ല ചേട്ടൻ വിളിച്ചോ കേട്ടോ. വലിയ പ്രായമൊന്നുമില്ല, അമ്മയുടെ പ്രായമൊന്നുമില്ല. ഒരു ഹായ് പറഞ്ഞേ. അപ്പൊ ജൂലി, നമ്മുടെ വിശേഷങ്ങൾ പറയാം, ഗ്രൂപ്പിനെ കുറിച്ച് പറയുക. ഗ്രൂപ്പ് വളരെയധികം നല്ലൊരു ഗ്രൂപ്പാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഉദയന്റെ കാര്യത്തിന് വേണ്ടി തുടങ്ങിയ ഗ്രൂപ്പിന് ഉദയന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായിരുന്നു. ഞാൻ പേഴ്സണലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോയായിരുന്നു. ഒരുപാട് സന്തോഷം ഈ ഗ്രൂപ്പ് കൊണ്ട്. അതുകൊണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2002 കണ്ടവരെയൊക്കെ ഇപ്പം കാണാൻ പറ്റും. ചായ വന്നില്ലല്ലോ. ചായ എടുത്താണ് 10 DA കുറിച്ചുള്ള വിശേഷങ്ങൾ, ഓർമ്മകൾ. നമുക്ക് ഓർമ്മകളാണ് വേണ്ടത്. എനിക്ക് പൊതുവെ ഓർമ്മ കുറവുണ്ട്. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്. അക്യൂട്ട് ഷിസോഫ്രീനിയ. നിങ്ങൾ പറഞ്ഞത് അടി കൊണ്ടൊക്കെ ഓർമ്മയില്ലയോ? എനിക്ക് കുറച്ച് അടി കണ്ടിട്ടുള്ള അടി കൊണ്ടേയൊക്കെ പൊന്നച്ചനോടും ജീവനോടും ഒക്കെ ചോദിച്ചാലറിയോ. പിന്നെ പഠിത്തത്തിൽ എന്തുവാ മീഡിയം ലെവലൊക്കെ ആയിരുന്നു. എന്റെ കൂടെ പഠിച്ചതാണ് അനില്, രാജേഷ്, സൗമ്യ, അശ്വതി, അഞ്ജലി, അങ്ങനെ കുറെ. അഞ്ജലിയൊക്കെ ഞാൻ അശ്വതി ഇതുവരെയും പിന്നെ കാണാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഫോണിൽ കൂടെ എല്ലാ ബന്ധങ്ങളും ഉണ്ട്. ആ ക്ലാസ്സിലുള്ളവരെക്കാട്ട് എനിക്ക് A മുതൽ F വരെയുള്ള ഫ്രണ്ട്സിനെ കിട്ടിയത് ഒരുപാട് സന്തോഷം. അതല്ലേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 പേര് ചുമ്മാ കണ്ടപ്പോ തുടങ്ങിയൊരു സംഭവമാണ്. പക്ഷേ ഇത് ഇത്രയും നല്ല സംഭവത്തിനകത്ത് എത്താൻ പറ്റിയത് ഒരു ദൈവത്തിന്റെ ഒരു എന്താ വളരെയധികം സന്തോഷം. നമ്മളത് ലാസ്റ്റ് വെച്ച് ഒരിക്കലും വിചാരിച്ചില്ല. എന്തൊരടിയായിരുന്നു നടന്ന ടീം. എന്തെങ്കിലും അടി ഉണ്ടായാൽ തന്നെ അത് കളഞ്ഞ് പിറ്റേന്ന് ഒരു സോള് വന്നു. ഞാൻ കഴിവതും ആരെയൊക്കെ എവിടെയൊക്കെ ഉള്ളവരെ കഴിവതും കാണാൻ ശ്രമിക്കും.
ശാലിനി ആണെങ്കിലും മുകേഷിനെ പമ്പിപ്പോ മുകേഷിനെ കാണാൻ കഴിവത് പിന്നെ പുറത്തോട്ട് അങ്ങനെ വലുതായിട്ട് പോകില്ല. പിന്നെ വെട്ടിക്കലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്നവരെല്ലാം ഞാനും ഇതെന്ന് ഇറങ്ങിയത് നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്നവരെന്ന്. കാരണം അത് ക്ലാസ്സിലെ വിശേഷങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഒരു 18 വർഷം മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. എനിക്ക് പൊതുവെ എന്റെ ക്ലാസ്സിലെ കാര്യങ്ങൾ ഓർമ്മയില്ല, അപ്പുറത്തെ ക്ലാസ്സിലെ കാര്യങ്ങൾ. പിന്നെ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. പിന്നെ രാജേഷിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. നമ്മുടെ മുത്തൂറ്റില് ജോലി ചെയ്യുന്ന രാജേഷ് നിനക്കൊരു പണി വരുന്നുണ്ട്. ഹലോ രാജേഷ്, നിനക്കൊരു പണി വരുന്നുണ്ട്. പിന്നെ അനിലിന്റെ കട അറിയത്തില്ലേ? പനവേലിയില് പുതിയ കടയൊക്കെ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ആരാ? പിന്നെ മെയിനായിട്ട് പൊന്നച്ചൻ, ജിനു, പിന്നെ സ്വന്തം ബുദ്ധിമാനെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കുറെ ക്ലാസ് റൂമും മഞ്ചേഷും ഐഡിയ 10 സീല്. മഞ്ചേഷ് പറയുന്ന 10 സീൽ ആൾക്കാരേ ഉള്ളൂ, ബുദ്ധിമാന്മാരും സൗന്ദര്യമുള്ളവരും. അതൊന്നും അല്ല. അയ്യോ തമ്മിമോനോ? തമ്മിമോൻ 2 ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ക്വാറന്റൈനിൽ കിടക്കുവാണെന്ന് പറഞ്ഞു. വന്നപ്പോ 7 ദിവസമായി കഴിഞ്ഞു. പിന്നെ ആരാ? പൊന്നച്ചൻ, ജിനു, നമ്മുടെ ജോർജ് കുട്ടി സാറിന്റെ അടി, അതൊക്കെ ഒന്നും മറക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ വിജയകുമാർ സാറിന്റെ ക്ലാസ്, ഒരുപാട് ഉണ്ട് ഓർമ്മകളൊക്കെ. ക്ലാസ് റൂം ഒന്നും മറക്കത്തില്ല. പിന്നെ പുറത്ത് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? അതൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും ഓർമ്മ കാണണം. എനിക്ക് ഓർമ്മയില്ലെങ്കിലും മറ്റുള്ളവർക്ക് നല്ല ഓർമ്മ കാണും. ഈ ഗ്രൂപ്പ് തുടങ്ങിയ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി. പിന്നെ ഷെമീർ, എല്ലാവരും ഒരുപാട്. ഷെമീറിനെയൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടത്. ഷെമീർ, മുജുമ. ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ലാത്ത ഒരാളുണ്ട്, നമ്മുടെ സജില്. ഞാൻ കൂട്ടാണ് ഇപ്പം, പക്ഷേ സജിലിന്റെ ഓർമ്മയില്ല എനിക്ക് 10ാം ക്ലാസ്സിൽ എങ്ങനെയാണെന്നോ. സജിൽ മൊത്തത്തിൽ ചെയ്തു. പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ആ ഒരു ഷേപ്പ് ആയിരിക്കും, പക്ഷെ ഒരുപാട് വ്യത്യാസം. ഞാനും ഒരുപാട് വ്യത്യാസം. ജിനുവൊക്കെ അതുപോലൊക്കെ തന്നെ. പണ്ടിലെ ഷർട്ടിന് ഒരു ബട്ടൺസ് ഇവിടെ, ഒരു ബട്ടൺസ് അവിടെ. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. അതുപോലൊക്കെ തന്നെ. പിന്നെ നമ്മുടെ സജീന, ഷക്കീല ഞാനൊക്കെ ഒരുപാട്. ഞാൻ ഗ്രൂപ്പിലില്ല. സമയം കിട്ടുമ്പോഴേക്കും നോക്കാറുണ്ട്. പിന്നെ എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഒന്നിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു ഭയങ്കര കാര്യം. പിന്നെ ചിക്കുവിനെ ഞാൻ 2 ദിവസത്തിന് മുമ്പ് കണ്ടായിരുന്നു. ചിക്കു പിന്നെ കണ്ടപ്പം തൊട്ട് ഒരു നാരങ്ങ വെള്ളം ചോദിച്ചു. ഞാൻ ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചേട്ടാ, ഞാൻ വിശന്ന് ദാഹിച്ച് ഇവിടെ വെട്ടിക്കേണ്ട നിൽക്കുമെന്ന് പറഞ്ഞപ്പോ അവന്റെ സ്റ്റേറ്റ്മെന്റ് ഫുള്ള് എന്നോട് പറഞ്ഞു. അവന് കടം വാങ്ങോ, അവന് കാശില്ലെന്നോ. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഒരു നാരങ്ങ വെള്ളം ചോദിച്ചേന് അവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതിത്തള്ളാൻ ഒക്കില്ലല്ലോ. വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്? മുകേഷിനെ മിക്കപ്പോഴും പമ്പിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. പിന്നെ എപ്പം ചെന്നാലും സാറില്ല, നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് പറയും. പിന്നെ ചിക്കു, പിന്നെ രാജേഷ്, അനീഷ് ബിഎസിനെ കാണാറില്ലേ? പിന്നെ മൈലോട്ട് അനീഷിനെ കാണാറുണ്ട്. എപ്പം കണ്ടാലും. ശരത്തിനെ കണ്ടു. ശരത്തിന്റെ വീട് പണിയാണ്, അതും ശരത്തിനെ കണ്ടു. പിന്നെ വേറെ ആരെയും കണ്ടില്ല. ഇല്ല, സുബീഷിനെ കണ്ടു. ഞാൻ വെട്ടിക്കലിലോട് വന്നതും അതും 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സുബീഷിനെയാണ്. ഇപ്പം കണ്ടു. 2 ദിവസത്തിന് മുമ്പ് സുബീഷിനെ കണ്ടു. സുബീഷ് എന്റെ കൂടെ ഒരു സെൽഫി എടുത്ത് ഗ്രൂപ്പിൽ ഇടുകയൊക്കെ ചെയ്തു. സുബീഷിനെ ഞാൻ 10 കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ കൂട്ടുകാരികൾ ആരെയും കണ്ടില്ല. വിജി വിളിക്കാറുണ്ട്. വിജിയെ, അശ്വതി എനിക്ക് കാണണമെന്ന് വളരെ ആഗ്രഹമുള്ള 2 പേരാ. വിജി, കോക്കാട്ട് അശ്വതി. ഈ വിജി, കോക്കാട്ട് അശ്വതി നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് അവരെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഞാൻ പോകും, പക്ഷെ കൊറോണയൊക്കെ ആയതുകൊണ്ടും എങ്ങും പോകാൻ പറ്റാത്തത് കൊണ്ടും. അപ്പം ഓർമ്മയുള്ളവരെല്ലാം ഉണ്ട്, കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റാറ്റസിൽ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷം. പക്ഷെ എന്നാലൊരു വിഷമമുണ്ട് നിന്നോട്. നീ ഒന്നും പറഞ്ഞില്ല ഫാമിലിപരമായിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് കണ്ട് സംസാരിക്കുക. എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അച്ഛൻ ഭയങ്കര കമ്മിയായിരുന്നു. ഇപ്പൊ ഞങ്ങള് 3 പേരും, അമ്മ, ഞാന്, അമ്മയുണ്ട്. അമ്മയുടെ ഹായ് പറഞ്ഞേക്കുക. ഹായ്. ഇവിടെ ജൂലിയുടെ അമ്മയാണ്. നമുക്ക് ഒരു ദിവസം നല്ല ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞ വർഷം തപ്പൂസിന് ബർത്ത്ഡേ കിട്ടിയതാ. അപ്പോഴേ നമുക്ക് പുറത്തോട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. അമ്മയമ്മ, നമുക്കുള്ള സാറുമാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഹായ്
സാർമാരെയൊക്കെ ഓർമ്മയുണ്ടാവും. കുറച്ചുപേരെയൊക്കെ വിജയകുമാർ സാറിനെ ഒരിക്കലും മറക്കില്ല. ജോർജ് കുട്ടി സാറ്, സാറിനൊരു ഹായ് കൊടുത്ത് സാർമാർക്കല്ല എല്ലാ അധ്യാപകർക്കും എന്റെ അധ്യാപികമാർക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടിച്ചോണ്ട് നമ്മൾ ഇല്ലെങ്കിൽ നമ്മള് ഇപ്പോഴും ഗ്രൗണ്ടിൽ തന്നെ ആയിപ്പോയത്. ഗ്രൗണ്ടിൽ ഞങ്ങൾ ആരുമല്ല, പൊന്നച്ചന്, ജിനു, പിന്നെ ചിക്കു, അങ്ങനെയുള്ളവരൊക്കെ. ഞാനും ഉണ്ടായിരുന്നു കേട്ടോ, ഗ്രൗണ്ടിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കടെ ക്ലാസ്സിൽ പ്രത്യേകത അറിയത്തില്ലേ, ബാക്കിൽ കൂടെ നിങ്ങൾക്കടെ ഒന്നിനും ഇല്ലായിരുന്നു. അത് ബി ക്ലാസ്സിലും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. എഫ് എന്ന് പറഞ്ഞാല് അത് ഗ്രൗണ്ടും ഇതുമായിട്ട് നല്ല ഇതായിട്ട് ഇറങ്ങി അങ്ങ് പോകുന്ന ആരും അറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ രാവിലെ മഴ പെയ്തിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. മഴ പെയ്ത് ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം വന്നിട്ട് കേറിയിട്ട് ഫുള്ള് ചെളിയായിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് പൊന്നച്ചൻ ഈ ഷൂട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അതോ പൊന്നച്ച അറിയാ, നീ ഗൾഫിൽ നിന്ന് ഞങ്ങള് ഓൺലൈനായിട്ട് നിന്നെ ഷൂട്ട് ചെയ്യിപ്പിക്കും. മിക്കവാറും ഞാൻ സ്കൂളിൽ പോയിട്ട് പറയാം, ഇവർക്കൊന്നും സ്കൂളിലൊന്നും ഒന്നും ഓർക്കാനില്ല. നമുക്കൊക്കെ ഞാൻ മമ്മിയോട് ഇന്നലെ പറയുമായിരുന്നു, നമുക്ക് ഇവിടുന്ന് അങ്ങ് സ്കൂൾ എത്തുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കാനുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് പറഞ്ഞു തന്നെ, ജോലിയൊക്കെ ഇവിടുന്ന് നടന്നായിരുന്നു. ഞാന്, സോജ, ഇവിടുത്തെ ഉണ്ണി, രാജേഷ്, താഴത്തെ പ്രശാന്ത്, ഇവരൊക്കെ ഞങ്ങൾ ഓട്ടോ മേടിക്കുന്നുണ്ട്. മേഘ, നമ്മുടെ കൂടെ പഠിച്ച മേഘ ഉണ്ടല്ലോ, മേഘ എനിക്കൊന്ന് നാട്ടിലുണ്ടെന്ന് അറിയത്തില്ല. മേഘയുടെ വീട്ടിൽ നിന്ന് കമ്പിളി നാരങ്ങയൊക്കെ ഞങ്ങൾ മോഷ്ടിച്ചോണ്ട് വരുമായിരുന്നു. ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഇപ്പഴും നമ്മള് കണ്ടായിരുന്നെങ്കിലും മോഷ്ടിച്ചോണ്ട് വരും. നമ്മുടെ മറക്കാൻ പറ്റാത്ത സംഭവമുണ്ട്, സ്കൂളിന്റെ വാതൊക്കെ കിട്ടുന്ന ആ നെല്ലിക്ക, ആ ഉമ്മച്ചിയുടെ ഒരു രക്ഷയില്ല. ഇപ്പോഴും അതിന്റെ ആ രുചി ഇപ്പോഴും വായിലുണ്ട്. നമ്മുടെ ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നല്ലോ, ഉല്ലാസ് ബുക്ക് സ്റ്റാള്. ഉല്ലാസ് നാമോ ആണെന്ന് തോന്നുന്നു. ഉല്ലാസാണോ അശോകയായിരുന്നു? ബുക്ക് സ്റ്റാളൊക്കെ അതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്കൂളിൽ നേരെ ഓപ്പോസിറ്റ് ഉള്ള അനിപ്പത്തായിരുന്നു. പിന്നെ നമ്മുടെ പിന്നെ ആദർശിന്റെ അച്ഛന്റെ കട. പിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു കീപ്പള്ളി ബേക്കറി. കീപ്പള്ളി ബേക്കറി നല്ലതായിരുന്നു എല്ലാം കൊണ്ടും. അന്നൊക്കെ നമ്മൾ വലുതായിട്ടില്ലല്ലോ, നമ്മൾ ഈ നെല്ലിക്ക 1 രൂപയ്ക്ക് 50 പൈസക്ക് ആ ഒരു പരിപാടി മാത്രമേ. ഇപ്പോഴൊക്കെ വലിയ ബർഗർ അന്നത്തെ ടേസ്റ്റ് ഇന്നത്തെ ഒരു സാധനത്തിനും കിട്ടും, ഒരിക്കലും കിട്ടത്തില്ല. മറ്റേ ഇപ്പോഴും ഇന്ന് സ്കൂളിനെ തിന്നേക്കൊണ്ട് നമ്മളിങ്ങനെ നടന്നു വന്നേ പറയൂ, ഇപ്പോഴും ഇവിടെ നിന്ന് പഠിച്ചാൽ മതിയായിരുന്നു. എന്ത് രസമായിരുന്നു. പപ്പ വിളിക്കുമ്പോൾ തിരക്കുന്ന പറയണം. അതുകൊണ്ട് അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് മമ്മി ഭയങ്കര അഭിനയായിരുന്നു എന്ന് പറഞ്ഞാല്. അപ്പോഴേ നമുക്കിനി അടുത്ത ആക്കളെ വീട്ടിലേക്ക് അപ്പോഴും നമ്മളെ ജൂലിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ നമ്മൾ അടുത്തൊരാക്കളുടെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ജൂലി ഓക്കെ, നമുക്ക് കാണാം എല്ലാവർക്കും. ഓക്കെ, ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരൻ